പെൺകുട്ടിയെ കൈപിടിച്ച് കരകയറ്റി, എന്തായാലും പെൺകുട്ടിയല്ലേ പൊക്കോട്ടെ എന്ന് വിചാരിച്ച് രാജാവ് രഥത്തിൽ കയറി മുമ്പോട്ട് പോയപ്പോൾ ആ പെൺകുട്ടി പിന്നാലെ. അപ്പൊ രാജാവ് ചോദിച്ചു, നീ എന്തിനാണ് എന്റെ പിന്നാലെ? സാധാരണ അങ്ങനെയാണ് പതിവ്, ഭർത്താവിന്റെ പിന്നാലെ ഭാര്യ നടക്കും, അല്ലെങ്കിൽ വേണ്ട ഞാൻ മുമ്പിൽ നടക്കാം, നിങ്ങൾ പിന്നാലെ നടക്കുന്നു. ആരാ ഭാര്യ ആരാ ഭർത്താവ്? അങ്ങ് ഭർത്താവ് ഞാൻ ഭാര്യ, അല്ലെങ്കിൽ വേണ്ട ഞാൻ ഭർത്താവാകാം, അങ്ങ് ഭാര്യയായിക്കോ. എങ്ങനെയായാലും എനിക്ക് വിരോധമില്ല. അതിന് ഞാൻ നിന്നെ എപ്പോഴാണ് കല്യാണം കഴിച്ചത്? ആ സമയത്ത് ഈ പെൺകുട്ടി പറഞ്ഞു, അങ്ങ് എനിക്ക് പുടവ തന്നില്ലേ? അയ്യോ, അത് നഗ്നത മറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പുടവയായിട്ട് സങ്കല്പിച്ചു. പിന്നെ എന്നെ പാണി പിടിച്ചില്ലേ, കരം പിടിച്ചില്ലേ, കുഴിത് കയറ്റാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ വിവാഹകാലത്ത് വരൻ കൈ പിടിക്കുന്നതായിട്ട് സങ്കല്പിച്ചു. പിന്നെ സപ്തപതി ചടങ്ങും കഴിഞ്ഞു, ഇനി എന്നെ ഉപേക്ഷിച്ചാലുണ്ടല്ലോ. രാജാവിന് മനസ്സിലായി, കുടുങ്ങിപ്പോയി. അത് പോട്ടെ, എന്താ പേര്? എന്റെ പേര് ദേവയാനി, അച്ഛന്റെ പേര് ശുക്രൻ. അയ്യോ, ഞാൻ കഴിച്ചോളാമേ. കാരണം എന്താണ്, ഇങ്ങനെ ഒരു അച്ഛനും മകളെയും പുരാണം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. മകൾ എന്ത് പറഞ്ഞാൽ ഒരു സംശയവുമില്ല, അപ്പൊ അത് ചെയ്യും. കാര്യകാരണങ്ങളെ തിരിച്ചറിയാതെ കണ്ട് കുട്ടികളെ ഇങ്ങനെ ലാളിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾ പറഞ്ഞതൊക്കെ അവർക്ക് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദേവയാനികൾ സൃഷ്ടിക്കപ്പെടും. ദേവയാനികൾ ഉണ്ടാകുന്നതല്ല, സൃഷ്ടിക്കപ്പെടുന്നതാണ്. ആ ദേവയാനിത്വമുള്ള പെൺകുട്ടികൾ സർവനാശം ഉണ്ടാക്കും, വലിയ അലോസരത സമൂഹത്തിനുണ്ടാക്കും. എന്ത് ചോദിച്ചാലും മേടിച്ചു കൊടുക്കും. അങ്ങനെയല്ല, അങ്ങനെ കുട്ടികൾക്ക് എന്ത് ചോദിച്ചാലും മേടിച്ചു കൊടുക്കരുത്. ഉണ്ടെന്ന് വിചാരിച്ച് ഇഷ്ടം പോലെ മേടിച്ചു കൊടുക്കലല്ല, അവരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി വളർത്താം. യയാതി മഹാരാജാവ് ഉറപ്പിച്ചു, എന്താണ് കല്യാണം കഴിക്കാം, ഇല്ലെങ്കിൽ എന്താ വിഷയം? ശപിക്കും. മകള് വന്ന് അച്ഛനോട് പറയാണ്, കൊടുക്കുക അച്ഛ ശാപം എന്ന് പറഞ്ഞ അപ്പ ശപിക്കും. മിക്കതും എന്താ പറയുക, അച്ഛാ ഈ രാജാവിനെ ഒരു നായയാക്കി വാലാട്ടി എന്റെ പിന്നാലെ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ നായയായിട്ട് വാലാട്ടി നടക്കണം. എന്തായാലും കല്യാണം കഴിച്ചാലും വാലാട്ടി നടക്കുന്ന വേണ്ടി വരും, വേറെ വിഷയം. അത് ശരി, മനുഷ്യനായിട്ട് നടക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് കഴിച്ചോളാമേ എന്ന് പറഞ്ഞത്. അപ്പോഴേക്ക് ശുക്രാചാര്യ മകളെ അന്വേഷിച്ചെത്തി, കാര്യങ്ങൾ മനസ്സിലാക്കി. ഉടൻ തന്നെ ശുക്രാചാര്യ പറഞ്ഞു, എന്നാ പിന്നെ വിവാഹം നടത്താം. ഒന്നും ആലോചിച്ചില്ല. എങ്ങനെയാണ് കുഴിയിൽ വീണത് എന്ന് ചോദിച്ചപ്പോ ദേവയാനി പറഞ്ഞു, ഞാനും അസുര രാജാവായ വൃഷഭർവാവിന്റെ പുത്രിയായ ശർമ്മിഷ്ഠയും കൂടി കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആകാശ വീഥിയുടെ പാർവതി പരമേശ്വരന്മാർ പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ വേഗം നിന്ന് വസ്ത്രം എടുത്തു, അത് മാറിപ്പോയി. അതിന്റെ തർക്കം രൂക്ഷമായപ്പോൾ ശർമ്മിഷ്ഠ അച്ഛ എന്നെ കുഴിയിലേക്ക് തള്ളിയിട്ടു, ഇനി അച്ഛൻ അസുരന്മാരുടെ ഗുരുവായിട്ടിരിക്കണ്ട, വൃഷഭർവാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകരുത്, നമുക്ക് യയാതി മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ പോവാം. യയാതി ആദ്യം പേടിച്ചു, മകളെയും സഹിക്കണം, ഇപ്പോ അച്ഛനെ സഹിക്കേണ്ടി വരും. രണ്ടും കൂടി ആലോചിച്ചപ്പോ യയാതിക്ക് വല്ലാണ്ട് സംഭ്രമായി. അപ്പോഴേക്കും അസുര രാജാവ് വന്നിട്ട് പറഞ്ഞു, ശുക്രാചാര്യനോട് പറഞ്ഞു, അവിടുന്ന് ഞങ്ങളെ ഉപേക്ഷിക്കരുത്, കുട്ടികൾ എന്തൊക്കെയോ തന്നൂടി എന്ന് വിചാരിച്ചിട്ട് വലിയ വിധത്തിൽ ഇടപെടാൻ പാടുമോ? എന്നാലൊരു കാര്യം ചെയ്യട്ടെ. ശുക്രാചാര്യർ പറഞ്ഞു, എന്റെ മകളെ അങ്ങയുടെ മകള് സന്തോഷിപ്പിക്കട്ടെ. ദേവയാനോട് ചോദിച്ചു, എന്താ വേണ്ടേ ചോദിച്ചു. ദേവയാൻ ഉടൻ തന്നെ പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങയുടെ പുത്രിയായ ശർമ്മിഷ്ഠ എന്റെ ദാസിയായിട്ട് വരട്ടെ. യഥാർത്ഥത്തില് ശർമ്മിഷ്ഠ തള്ളിയിട്ടു, ശരിയാണ്. പക്ഷേ അങ്ങനെ കുഴിയിലേക്ക് തള്ളിയിട്ടത് കൊണ്ട് ദേവയാനിക്കുണ്ടായ നേട്ടം എന്താണ്? ചന്ദ്രവംശത്തിലെ അതിസുന്ദരനായ ഒരു രാജകുമാരനെ രാജാവിന് വിവാഹം കഴിക്കാൻ പറ്റി. ഒരു താങ്ക്സ് പറഞ്ഞ് ശർമ്മിഷ്ഠയെ പറഞ്ഞയക്കല്ലേ വേണ്ടത്. ശർമ്മിഷ്ഠയെ നീ കുഴിയിലേക്ക് തട്ടിയിട്ട് നന്നായി, എനിക്ക് ഇയാളെ കിട്ടുമോ എന്നും പറഞ്ഞ് സന്തോഷമായിട്ട് പോകുന്നതിന് പകരം ആ മാത്സര്യം, പിടിവാശി, നീ എന്റെ ദാസിയായിട്ട് വരണം, ഞാൻ പറയുമ്പോൾ മാത്രമേ വരാൻ പാടൂ, ഭർത്താവില്ലാത്ത സമയത്ത് വരണം, വ്യവസ്ഥയൊക്കെ വെച്ചു. അവിടെ ഭർത്താവിനെ കാണരുത്, സംസാരിക്കരുത്. അങ്ങനെ വിവാഹം കഴിച്ച് ശർമ്മിഷ്ഠയെയും കൊണ്ട് ദേവയാനി പോയി. കാലം കഴിഞ്ഞു. ദേവയാനിക്ക് 2 പുത്രന്മാരുണ്ടായി, യതു തുർവസു. ഒരിക്കലും പൂന്തോട്ടത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 3 കുട്ടികൾ അപ്പുറത്ത് കളിക്കണം. ദേവയാനി നോക്കിയപ്പോൾ അതിലും തന്റെ കുട്ടികളുടെ ഛായയുണ്ട്. അതിനിടയ്ക്ക് 5 കുട്ടികൾ ഒരുമിച്ചായപ്പോഴോ തന്റെ കുട്ടികൾ ഏതാണെന്ന് അറിയണില്ല. യതു തുർവസു എന്ന് വിളിച്ചപ്പോൾ 2 അങ്ങോട്ട് ഓടി വന്നു. ആ 3 വിളിച്ചു. എന്താ നിങ്ങളുടെ പേര് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ദൃഹ്യു. നിന്റെ പേരെന്താ? അനു. നിന്റെ പേരെന്താ? പൂരു. ഹായ്, പേര് കൊള്ളാം. അതുപോട്ടെ, നിങ്ങളുടെ അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേര് ശർമ്മിഷ്ഠ.
ദേവയാനിക്ക് കണ്ടിട്ട് ചിരി വന്നു. ഓ, കൊള്ളാം കൊള്ളാം കൊള്ളാം. കാര്യം എന്താണ്? കല്യാണം കഴിച്ചിട്ടില്ല, 3 കുട്ടികൾ. പിന്നെ പരിഹാസത്തോട് കൂടിയിട്ടുള്ള ചോദ്യമാണ്, അത് പോട്ടെ കുട്ടികളെ, നിങ്ങളുടെ അച്ഛന്മാരുടെ പേരെന്താ? ഈ 3 കുട്ടികളും കുറച്ച് ദേഷ്യത്തില് ഈ ദേവയാനി നോക്കിയിട്ട് പറഞ്ഞു, അയ്യേ ഇതിനൊന്നും അറിയില്ല, ഞങ്ങളുടെ അച്ഛന്റെ പേര് യയാതി എന്നും പറഞ്ഞ് അവരൊറ്റ ഓട്ടം. ദേവയാനി ആ കിടക്കണം നേരത്തെ സങ്കടം ഇല്ലാണ്ടിരിക്കുക. കാരണം എന്താണ്? എന്നെയാണ് എൻ്റെ ഭർത്താവ് കല്യാണം കഴിച്ചത്. എനിക്ക് എത്ര കുട്ടികളാ? 2 കുട്ടികള്. എൻ്റെ തോഴിയിലോ 3 കുട്ടികള്. ഇത് വെറുതെ കിട്ടുക. ദേവയാനി അതിവേഗം അച്ഛൻ്റെ അടുത്തേക്ക് ഓടി. അപ്പോഴേക്കും യയാതി മഹാരാജാവ് ഇത് അറിഞ്ഞ് പിന്നാലെ ചെന്നു. ദേവു ദേവു ക്ഷമിക്കണേ ദേവു എന്നും പറഞ്ഞിട്ട്, ഒരബദ്ധം പറ്റിയതല്ലേ. ദേവയാനിക്ക് ദേഷ്യം വന്നു. ഒരബദ്ധത്തിലോ 3 ആള് അല്ല, ഓരോന്നായിട്ട് 3 അബദ്ധം പറ്റിയതാണ്. അതിനുള്ള ശിക്ഷ ഞാൻ മേടിച്ചു തരുന്നുണ്ട്. ഓടിച്ചെന്ന് അച്ഛനോട് പറഞ്ഞു, കുട്ടിക്ക് വെച്ച ശാപം ആർക്കാ കൊടുക്കണ്ടേ? അപ്പോഴേക്ക് ശുക്രാചാര്യൻ റെഡിയായി ക്ഷമിക്കാൻ. ഭർത്താവിന് കൊടുക്കണം അച്ഛ. എന്താ കൊടുക്കേണ്ടത്? ജരാനര ബാധിക്കട്ടെ. ഉടൻ തന്നെ ശാപവും കഴിഞ്ഞു. പാട്ടുവൃദ്ധനായി യയാതി മഹാരാജൻ. ഇന്ദ്രിയത്തിലൂടെ ആനന്ദം അനുഭവിക്കാനുള്ള താല്പര്യവുമുണ്ട്, എന്നാൽ പടുവൃദ്ധനായി. ജരാനരകൾ വന്നു. വല്ലാത്ത അവസ്ഥ. യയാതിക്ക് സഹിക്കാൻ പറ്റാത്തതായിരുന്നു. യയാതി ദുഃഖത്തോടു കൂടി അങ്ങനെ ഇരുന്നു. എന്നിട്ട് ശുക്രാചാര്യനോട് പറഞ്ഞു, കാര്യമൊക്കെ ശരിയാ, എനിക്ക് നല്ല വിഷമമുണ്ട്, ഇല്ലാന്ന് പറഞ്ഞാൽ പറ്റില്ല. പക്ഷേ അങ്ങയുടെ മകളും ദുഃഖിക്കും. അപ്പോഴാണ് ശുക്രാചാര്യര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചത്. ഇനിയിപ്പോ എന്താ വേണ്ടത്? വേഗം ശുക്രാചാര്യർ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, കുട്ടികളുടെ യൗവനത്തെ സ്വീകരിച്ച് അങ്ങക്ക് യൗവന സുഖം അനുഭവിക്കാനുള്ള വരം തരാം. എന്നിട്ട് അനുഭവിച്ച് ഒരു സമാധാനമായി കഴിഞ്ഞാൽ ഇനി വേണ്ടാമോ തോന്നുകയാണെങ്കിലോ അവർക്ക് തിരിച്ചു കൊടുത്തോളൂ. അവരുടെ അങ്ങനെ വാർദ്ധക്യം തിരിച്ചു മേടിക്കാം. അങ്ങനെ പറ്റൂലേ? അങ്ങനെ പറ്റും. എന്നാ പിന്നെ ആവട്ടെ, സന്തോഷമായി. യയാതി മഹാരാജാവ് 5 കുട്ടികളെയും വിളിച്ചു വരുത്തി. ഒരച്ഛനെ പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല. പക്ഷേ വിധികേട് കൊണ്ട് യയാതി മഹാരാജാവ് കണ്ണടച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അല്ലയോ കുട്ടികളെ, ഇന്ദ്രിയത്തിലൂടെ സുഖമനുഭവിക്കാൻ തൽപരനാണ് ഞാൻ. പക്ഷേ എനിക്ക് ജരാനര വന്നു. അതുകൊണ്ട് നിങ്ങളുടെ യൗവനത്തെ എനിക്ക് നൽകി എന്നെ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരക്ഷരം ആരും മിണ്ടുന്നില്ല. കണ്ണു തുറന്നപ്പോഴോ ആരുമില്ല മുമ്പിൽ. പൂരു എന്നുള്ള പുത്രം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അപ്പൊ തന്നെ അതിശരി, ഇതാ മനസ്സിലിരിപ്പില്ലേ എന്ന് പറഞ്ഞ അവര് പോയി. പൂരുവിനോട് ചോദിച്ചു, ഇനിയിപ്പോ എന്തിനാ നീ നിൽക്കണത്? പൂരു പറഞ്ഞു, അച്ഛന്റെ ആഗ്രഹത്തെ അറിഞ്ഞ് സാധിപ്പിക്കണം, അത് മകന്റെ കടമയാണ്. അച്ഛൻ പറഞ്ഞിട്ട് ചെയ്താലോ മധ്യമൻ, പറയാണ്ട് ചെയ്താലോ ഉത്തമൻ, പറഞ്ഞിട്ടും ചെയ്തില്ലെങ്കിലോ അധമൻ. ഒരു മധ്യമ പുത്രനാക്കൂ എന്നെ എന്ന് പറഞ്ഞ് തന്റെ യൗവനത്തെ യയാതി മഹാരാജാവിന് കൊടുത്തു. യയാതി മഹാരാജാവ് ആ യൗവനത്തെ കൊണ്ട് അനവധി കാലം അങ്ങനെ സുഖമനുഭവിച്ചു. അവസാനം മനസ്സിലായി, ഈ ഭൗതിക സുഖം അതിനെ താലോലിച്ചു കൊണ്ടിരുന്നാൽ അതിങ്ങനെ വർദ്ധിക്കുകയുള്ളൂ, അഗ്നിയിലേക്ക് നെയ്യൊഴിക്കുന്നത് പോലെ. ഇവ തിരിച്ചറിഞ്ഞ യയാതി മഹാരാജാവ് പുത്രന്മാരെ രാജ്യമേൽപ്പിച്ച്, പൂരുവിനെ രാജ്യമേൽപ്പിച്ച്, ആ പൂരുവിന്റെ തന്റെ വാർദ്ധക്യത്തെ ജരാനരയെ തിരിച്ചു മേടിച്ച് പൂരുവിന്റെ യൗവനത്തെ തിരിച്ചു കൊടുത്ത് ദേവയാനിയോടുകൂടി ഭഗവത്പാദത്തെ ആശ്രയിച്ചു എന്നാണ്. നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ വേദസേ സർവഭൂതാധിവാസായ ശാന്തായ ബൃഹതേ നമഃ. ആ വാസുദേവന്റെ പദാരവിന്ദങ്ങളെ ആശ്രയിച്ചു. സർവത്ര സംഘമുത്സൃജ്യാണ്, എല്ലാ സംഘങ്ങളെയും എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിച്ച് ഇതാ ഭഗവത്പാദത്തെ ആശ്രയിച്ചു. ഇത്തരത്തില് യയാതി മഹാരാജാവിന്റെ കഥ പറഞ്ഞ് പിന്നീട് പൂരുവിന്റെ വംശപരമ്പരയാണ് വിസ്തരിച്ച് വർണ്ണിച്ചത്. ആ വംശപരമ്പരയില് ദുഷ്യന്തൻ മുതലായ രാജാക്കന്മാരുടെ കഥ പറഞ്ഞ് ഇന്ദിദേവന്റെ കഥയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ശന്തനു മഹാരാജാവിന്റെ കഥയും സൂചിപ്പിച്ച് അവിടുന്ന് അങ്ങോട്ട് ശന്തനുവിന്റെയും അതുപോലെ തന്നെ ഈ രന്തിദേവന്റെയും ഒക്കെ കഥ പറഞ്ഞു. പിന്നീട് അതിന് ശന്തനു മഹാരാജാവിന്റെ കഥ പറഞ്ഞ സമയത്ത് ശന്തനു മഹാരാജാവ് ആദ്യം ഗംഗയെ വിവാഹം കഴിച്ചു. പിന്നീട് ശന്തനു മഹാരാജാവ് സത്യവതി എന്നുള്ള മത്സ്യകന്യകയെ വിവാഹം കഴിച്ചു, വേദവ്യാസ മഹർഷിയുടെ അമ്മയെ. അതെന്താ വിവാഹം കഴിക്കാൻ കാരണം? കാട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത സുഗന്ധം. ആ ഗന്ധത്തെ പിന്തുടർന്നപ്പോൾ ഒരു മൊക്കുവക്കുടിയില്
ആ കറുത്ത് അതിസുന്ദരിയായ ഒരു സ്ത്രീ ഇരിക്കുന്നു. അതിനെ കണ്ടപ്പോൾ മോഹമായി. മുക്കുവനോട് ചോദിച്ചു രാജാവ്, ഇത് അങ്ങയുടെ പുത്രിയാണ്? അത് എന്റെ പുത്രിയാണ്, എന്നാൽ ഞാൻ വിവാഹം കഴിച്ചോട്ടെ. അപ്പൊ വേഗം മുക്കുവൻ പറഞ്ഞു, അങ്ങനെ വിവാഹം കഴിക്കാൻ പറ്റുമോ ചോദിച്ചാൽ വിരോധമൊന്നുമില്ല, പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താണ്? ഇതിലുണ്ടാകുന്ന പുത്രനെ രാജാവാക്കണം. അപ്പോ മുമ്പ് ഗംഗാദേവിക്കുണ്ടായതായ ഗംഗാദത്തൻ എന്ന പുത്രനെ യുവരാജാവായി അഭിഷേകം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. ചന്ദ്ര മഹാരാജാവ് വിഷമിച്ചു. തിരിച്ചു കൊട്ടാരത്തിൽ വന്ന് അസ്വസ്ഥനായിട്ടിരിക്കുമ്പോഴാണ് ഗംഗാദത്തൻ എന്താണ് അച്ഛന്റെ അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കി മുക്കുവന്റെ കുടിലിൽ പോയി ആ മുക്കുവനോട് യാചിച്ചു. ആലോചിച്ചു നോക്കൂ, ഒരു രാജാവാണ്, കേവലം ഒരു മുക്കുവക്കുടിയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരാൻ എന്ത് പ്രയാസമാണുള്ളത്. പക്ഷെ പ്രജകളോട് എങ്ങനെ പെരുമാറണം എന്നത് കാണിച്ചു തരികയാണ്. ഈ ഗംഗാദത്തൻ തന്നെയാണ് കാശി രാജാവിന്റെ 3 പെൺകുട്ടികളെ അവരുടെ രാജാക്കന്മാരെ മുഴുവൻ പരാജയപ്പെടുത്തി ബലാത്കാരനെ കൊണ്ടുവന്നത്. അത് ക്ഷത്രിയ ധർമ്മമാണ്. പക്ഷെ പ്രജകളോട് അങ്ങനെ പാടില്ല എന്നാണ്. അവരെപ്പോഴും ബഹുമാനിച്ച് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം രാജാവ്. അതുകൊണ്ടാണ് യാചിച്ചത്. അപ്പൊ ഉടൻ തന്നെ മുക്കുവൻ പറഞ്ഞു, അത് വിരോധം ഉണ്ടായിട്ടല്ല, പക്ഷെ അച്ഛനേക്കാൾ നല്ലത് അങ്ങാണ്, അങ്ങേക്ക് വഴി കെട്ടിച്ചത്. അയ്യോ, അച്ഛൻ ആഗ്രഹിച്ച സ്ത്രീ എന്റെ അമ്മയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എന്താണ്? അച്ഛനുണ്ടാകുന്ന ഈ മകൾക്കുണ്ടാകുന്ന പുത്രനെ രാജാവാക്കണം. ഓ, ഞാൻ വാക്ക് തരണം. പക്ഷേ അങ്ങെങ്ങാനും കല്യാണം കഴിച്ച് അതിന് പുത്രൻ കേമനായാലോ? അതുകൊണ്ട് അങ്ങ് കല്യാണം കഴിക്കാനും പാടില്ല. ദേവദത്തോട് പറയും കല്യാണം കഴിക്കരുത്. ഉടൻ തന്നെ പ്രതിജ്ഞ എടുത്തു. എന്താണ്? അച്ഛന് ഈ സത്യവതിയിലുണ്ടാകുന്ന പുത്രനെ ഞാൻ രാജാവാക്കും, ഞാനാകട്ടെ വിവാഹവും കഴിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തപ്പോൾ ആകാശത്തിൽ നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി. ഭീഷ്മർ 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 എന്ന നാമവും മുടങ്ങിയെന്നാണ്. ആ ഭീഷ്മരുടെ കരുത്ത് ഭീമനേക്കാൾ ശക്തമാണത്രേ ആ വാക്കിന്റെ കരുത്ത് എന്നാണ്. ഇങ്ങനെ ഭീഷ്മർ എന്നൊരു നാമമുണ്ടായി. ആ ഒരു കഥ കേൾക്കുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മന്ത്രിമാരും മന്ത്രിപുത്രന്മാരും ഒക്കെ ഏതൊക്കെ തരത്തിലാണ് പ്രജകളോട് പെരുമാറുന്നത്. അധികാര വർഗത്തിലിരിക്കുന്നവർ പ്രജകളോട് എങ്ങനെ പെരുമാറുന്നു എന്നത് ഇവിടെ എടുത്തു കാണിക്കണം. ആ പ്രജകളെ സ്വന്തം കുട്ടികളെ പോലെ സംരക്ഷിക്കണമെന്നാണ്. അങ്ങനെ സംരക്ഷിച്ചതായ രാജാക്കന്മാരുടെ ചരിത്രമൊക്കെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ചന്ദ്ര മഹാരാജാവ് സത്യവതിയെ വിവാഹം കഴിച്ചു. അതില് 2 പുത്രന്മാരുണ്ടായി. ചിത്രാംഗതനെന്നും ഈ ചിത്രാംഗത മുതലായി 2 പുത്രന്മാരുണ്ടാവുകയും ചെയ്തു. ആ 2 പുത്രന്മാരും ഇതാ ഔചാരികമായിട്ട് മരിച്ചു എന്നാണ്. വിചിത്രവീര്യൻ, ചിത്രാംഗതൻ, അങ്ങനെ 2 പുത്രന്മാര്. അതിന് ചിത്രാംഗതൻ എന്ന ഗന്ധർവനുമായിട്ട് യുദ്ധം ചെയ്ത് മരിച്ചു. വെറുതെ ഒരു തർക്കം. ഒരു ഗന്ധർവൻ അവിടുന്ന് ഇങ്ങോട്ട് വരണോ, ചിത്രാംഗതൻ അങ്ങോട്ട് പോകണം. അപ്പൊ ഈ ഗന്ധർവൻ ചോദിച്ചു, എന്താ നിന്റെ പേര്? ചിത്രാംഗതൻ. എന്റെ പേരല്ല ചോദിച്ചത്, നിന്റെ പേരാ ചോദിച്ചത്. എന്റെ പേര് ഞാൻ പറഞ്ഞ ചിത്രാംഗതൻ. 2 പേരും ഒരേ പേരുള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് യുദ്ധം ചെയ്ത് ചിത്രാംഗതൻ മരിച്ചു. പിന്നീട് വിചിത്രവീരനാണ് രാജാവായത്. ആ വിചിത്രവീരനെ കാശി രാജാവൻ 2 പെൺകുട്ടികളെ കൊണ്ടുവന്ന് വിവാഹം കഴിപ്പിച്ചു. ഒരു പെൺകുട്ടിക്ക് സാധ്യത ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഭീഷ്മരെ തിരിച്ചയച്ചു. അമിതമായ സുഖമനുഭവിച്ചതിന്റെ ഫലമായിട്ട് രാജകഷ്മാവ് രോഗം പിടിച്ചു മരിച്ചു. വംശം കൊമ്പടഞ്ഞപ്പോൾ ആ സത്യവതി പറഞ്ഞു, എനിക്ക് വിവാഹത്തിന് മുമ്പ് പരാശര മഹർഷിയുടെ പുത്രനുണ്ടായിട്ടുണ്ട്, വേദവ്യാസൻ. ആ വേദവ്യാസനെ കൊണ്ട് ഈ പത്നിമാരിൽ പുത്രന്മാരെ ഉത്പാദിപ്പിക്കാം. എല്ലാവരും കൂടി ആലോചിച്ച് ഒരു തീരുമാനമെടുത്തതാണ്. വേദവ്യാസ മഹർഷിയോട് പറഞ്ഞപ്പോൾ വേദവ്യാസ മഹർഷി പറഞ്ഞു, അയ്യോ ഇത് അധർമ്മമാണ്. പക്ഷെ ഭീഷ്മരൊക്കെ പറഞ്ഞു, അല്ല, ഇതെല്ലാവരും കൂടി പ്രത്യേക സാഹചര്യത്തില് തീരുമാനിച്ചതാണ്. ഒരു പ്രത്യേക നിയമം ഉണ്ടാക്കിയെന്ന താൽക്കാലത്തേക്ക് ഗവൺമെന്റ് നിയമസഭയൊക്കെ വിളിച്ചു കൂട്ടിക്കാൻ തൽക്കാല നിയമം എന്താണ്? ഇങ്ങനെയാവാം. അങ്ങനെയാണ് വേദവ്യാസ മഹർഷി അംബാലിക എന്ന 2 പെൺകുട്ടികളിൽ പുത്രന്മാരെ ഉത്പാദിപ്പിച്ചു. മൂത്തത് കണ്ണു കാണാത്തതായി ധൃതരാഷ്ട്രർ വ്യാസനെ കണ്ടപ്പോൾ കണ്ണടച്ചു. 2ാമത്തെ പെൺകുട്ടി വിടറി വെളുത്തു. അപ്പൊ പാണ്ഡുവുണ്ടായി. വീണ്ടും നിർബന്ധിച്ചപ്പോൾ ദാസിയെ പറഞ്ഞയച്ചു. അതില് ഒരു ഉത്തമനായ പുത്രനുണ്ടായി. ദാസി നന്നായിട്ട് വ്യാസനെ രമിപ്പിച്ചു. അങ്ങനെ ഒരു പുത്രനുണ്ടായി. അത് വിതുര മഹാശയൻ. ഇത്തരത്തില്
ആ പാണ്ഡവ വംശത്തെ വർണ്ണിക്കുകയും അതിൽ പാണ്ഡവന് അർജുനൻ എന്നുള്ള പുത്രൻ ഉണ്ടായിരുന്നു, അർജുനൻ അഭിമന്യു എന്നുള്ള പുത്രൻ, അഭിമന്യുവിന് ഉത്തരയില് അതെയോ പരീക്ഷത്തെ അവിടെ നിന്നുണ്ടായി. അങ്ങാകട്ടെ വിവാഹം കഴിച്ച 4 പുത്രന്മാര്, ജനമേജയ മുതലായ പുത്രന്മാര്. ആ കുട്ടികള് കൊട്ടാരത്തിലിരുന്ന് അച്ചറപ്പിക്കണ തവളാച്ചി, ചുക്കുമറിക്കണ ചോലാപ്പം, മറിയാമെന്ന് വിളക്കോതി, ഗുഡു മണി സാറ ഗോസ്. കുട്ടികൾ കളിച്ചെങ്ങനെ ഇരിക്കുകയാണ് പരീക്ഷത്തിന്റെ കുട്ടികളെ. എന്നിട്ട് പറഞ്ഞു, അങ്ങയെ തക്ഷകൻ കടിച്ചു കൊല്ലും എന്ന് കേട്ട് ജനമേജയൻ വലുതായി കഴിയുമ്പോൾ ആ തക്ഷകരുടെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് സർപ്പസത്രം നടത്തും, ഭീകരമായ യാഗാതി കർമ്മങ്ങൾ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു വെച്ചു. ഭാവിയും പറഞ്ഞു. അതെന്തിനാ ഭാവി പറയാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പരീക്ഷത്ത് എങ്ങാനും ഈ സ്ഥലം വിട്ടിട്ട് കൊട്ടാരത്തിൽ പോയി ജനമേജയനെ ഉപദേശിച്ചാലോ, ഉണ്ണി എന്നെ തക്ഷകൻ കടിച്ചു എന്ന് വിചാരിച്ചിട്ട് നീ ആവശ്യമില്ലാത്ത കർമ്മമൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് പറയാൻ പോവുകയാണെങ്കിൽ ശുഗൻ അങ്ങോട്ട് പോവാം. കാരണം എന്താണ്, ശ്രീശുഖബ്രഹ്മ മഹർഷി കൃഷ്ണാവതാരമായി. ആ കൃഷ്ണാവതാരം കേൾക്കാൻ പരീക്ഷത്തിന് എത്രത്തോളം ആഗ്രഹമുണ്ട് എന്ന് പരീക്ഷിച്ചതാണ്. പരീക്ഷിത്ത് അനങ്ങിയില്ല എന്നാണ്. എനിക്കിനൊന്നും വേണ്ട, ആ സച്ചിദാനന്ദ സ്വരൂപന്റെ അവതാരത്തെ കേൾക്കണം എന്നിങ്ങനെ പറഞ്ഞിരുന്നു. ആ വംശപരമ്പര പറഞ്ഞ് നേരെ പിന്നീട് യദുവിന്റെ വംശപരമ്പര പറഞ്ഞു. വർണ്ണയാമി മഹാപുണ്യം സർവപാപഹരം നൃണാം യദോ വംശം നരശ്രുത്വ സർവപാപൈഹി പ്രമുച്യതേ. എല്ലാ പാപങ്ങളും തീരും യദുവിന്റെ വംശപരമ്പര കേട്ടാൽ എന്ന് പറഞ്ഞ് ആ യദുവിന്റെ വംശപരമ്പരയെ വർണ്ണിക്കാൻ ആരംഭിച്ചു. വളർന്ന് പന്തലിച്ചുവെന്നാണ് വൃഷ്ണികളായിട്ടും സാത്വതന്മാരായിട്ടും ഇങ്ങനെ അനവധി പേര്. അതില് ജാമഖൻ എന്നുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ ജാമഖൻ വിവാഹം കഴിച്ചു, കുട്ടികളുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ജാമഖൻ ഒരിക്കൽ ഒരു രാജ്യത്തെ ആക്രമിച്ചു. അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കവേ ശത്രുപക്ഷത്തുള്ള രാജാവിന്റെ മകൾക്ക് ജാമഖനെ ഇഷ്ടപ്പെട്ടു. എന്തൊരു പോരാളിയാണ്, എന്തൊരു കരുത്താണ്. മകള് പ്രാർത്ഥിച്ചു എന്നാണ്, അച്ഛൻ തോൽക്കണേ, അച്ഛൻ തോൽക്കണേ, അച്ഛൻ തോൽക്കണേ. എന്താണ്, തോറ്റ ഇയാളെന്നെ കല്യാണം കഴിക്കുന്നു. എന്തായാലും ആ രാജാവ് തോറ്റു. ജാമഖൻ ആ രാജാവിന്റെ പുത്രിയെ തന്റെ രഥത്തിൽ കയറ്റി വെച്ച് അവിടെയുള്ള ധനം മുഴുവനും എടുത്ത് തന്റെ രാജ്യത്തേക്ക് തിരിച്ചു. തന്റെ കൊട്ടാരത്തിന്റെ അടുത്തെത്തിയപ്പോഴാണ് ജാമഖന്റെ ഭാര്യ ചാടി ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, കേയം പുഹുക മത്സ്ഥാനം രഥം ആരോപിതേതിച്ച. ആരാണ് എന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഈ പെൺകുട്ടി? അപ്പോ ജാമഖൻ പേടിച്ചു. കാരണം ഭാര്യ ഇതുപോലെ പേടിയുള്ള രാജാവ് കയറിയില്ല. അപ്പൊ ഈ പെൺകുട്ടിക്ക് മനസ്സിലായത് പുതിയാണെന്ന് വിചാരിച്ചിട്ടാ കൂടെ പറഞ്ഞത്. ഇപ്പോഴാ മനസ്സിലായത് വേറൊരു കുഞ്ഞെലി. ഭാര്യയെ കണ്ടതോടുകൂടി എലി അറിയാണ്ട് പറഞ്ഞു പോയത്ര സ്നുഷ മരുമകളാണ്. മരുമകളോ? ആ നമുക്ക് ഒരു പുത്രനുണ്ടായി കഴിഞ്ഞാൽ വിവാഹം കഴിക്കണമെങ്കിൽ അന്വേഷിച്ച് നടക്കണ്ടാലോ എന്ന് വിചാരിച്ചു. കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അത്രയേ ഉള്ളൂ. നമുക്ക് കുട്ടിയുണ്ടായിട്ട് ഇതിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം, ശരി എന്നും പറഞ്ഞ് ആ പെൺകുട്ടിയെ ഭാര്യ കൊണ്ടുപോയി. പിന്നെ ജാമഖൻ കണ്ടിട്ടില്ലേ. എന്തായാലും ആ പെൺകുട്ടിക്ക് കാര്യം മനസ്സിലായി. അതിന്റെ പുണ്യം കൊണ്ടോ ഒരു ഉണ്ണി ഉണ്ടായി. ആ ഉണ്ണിക്ക് പ്രായപൂർത്തിയായപ്പോൾ ഇതിനെ കല്യാണം കഴിപ്പിച്ച് അവിടുന്ന് അങ്ങോട്ട് വീണ്ടും ഇതാ വംശപരമ്പര ഉണ്ടായതാ സൂചിപ്പിച്ചു. ഇങ്ങനെ സാത്വതന്മാരായിട്ടും ശതജിത്തായിട്ടും സഹസ്രാജിത്തായിട്ടും അയുധാജിത്തായിട്ടും ഒക്കെ അനവധി പേര്. ദേവദേവൻ, അതുപോലെ ചിത്രരഥൻ, പൃഥു, വിദൂരഥൻ, വൃഷ്ണികള് മുതലായവര്, കുകുരൻ, ഭജമാനൻ, ശുചി, കമ്പളൻ, ബിർഹിഷൻ, കപോതരോമൻ, തുമ്പുരു, അന്ധകൻ, ദുന്ദുബി, അരിത്യോതൻ, പുനർവസു ഇതൊക്കെയാണ് ആ യാദവവംശത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ വംശപരമ്പര. അത് ആഹുകൻ എന്നുള്ള പുത്രനുണ്ടായി. ആഹുകന് ദേവകനെന്നും ഉഗ്രസേനെന്നും പുത്രനുണ്ടായി. ദേവകന് ദേവകി മുതലായിട്ടുള്ള പുത്രിയും ഉഗ്രസേന കംസം മുതലായിട്ടുള്ള പുത്രന്മാരും ഉണ്ടായി. അങ്ങനെ ആ വംശപരമ്പര അങ്ങനെ പറഞ്ഞ് കംസന്റെ പുത്രന്മാരെയും അതുപോലെ തന്നെ ഈ ദേവകനുണ്ടായ ദേവകിയുടെ പുത്രന്മാരെ കുറിച്ചൊക്കെ അങ്ങോട്ട് പറഞ്ഞു. എന്തിന്? ദേവകി വസുദേവന്മാരുടെ വിവാഹത്തെയും ചുരുക്കി വർണ്ണിച്ച് ആ ദേവകി വസുദേവന്മാർക്ക് ഇതാ 6 പുത്രന്മാരുണ്ടായി. 6 പുത്രന്മാരെയും കംസം വധിച്ചു. 7ാമത്തെ അലസിപ്പോയി. അത് സാക്ഷാൽ ബലരാമസ്വാമിയായിട്ട് നന്ദഗോകുലത്തിൽ രോഹിണിപുത്രനായിട്ട് അവതരിച്ചു. 8ാമത്തെ പുത്രൻ സാക്ഷാൽ ഭഗവാൻ. ആ ഭഗവാൻ അവതരിച്ച് തന്റെ മനോഹരമായ സൗന്ദര്യത്തെ കൊണ്ടും വാങ്മയമായ
അല്ലെങ്കിൽ മനോഹരമായ നോട്ടത്തെ കൊണ്ടും ശാരീരികമായ ലക്ഷണത്തെ കൊണ്ടും നടത്തം കൊണ്ടും പുഞ്ചിരി കൊണ്ടും സർവരെയും കീഴടക്കി എല്ലാ അധർമ്മത്തെയും ഇല്ലായ്മ ചെയ്ത് ധർമ്മത്തെ ഉറപ്പിച്ച് ഇതാ ശരീരത്തെ ഉപേക്ഷിച്ചു. യസ്യാനനം മകരകുണ്ടലചാരുകർണഭ്രാജൽ കപോലസുഭഗം സവിലാസഹാസം നിത്യോത്സവം നതദ്രുപോ ദൃശിഭിപ്പിബന്ധ്യോ നര്യോ നരാശ്ച മുദിതാ കുപിതാശ്ച കുപിതാ നിമേശ്ച. ആ മനോഹരമായ ഭഗവത് സ്വരൂപത്തെ വർണ്ണിക്കുകയാണ്. ഭഗവാനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മിഴിയൊന്ന് അടഞ്ഞാൽ മിഴിയെ ശപിക്കുമെന്നാണ്. കാരണം എന്താണ്? ഒരു സെക്കൻഡിന്റെ അംശം പോലും കണ്ണനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അടഞ്ഞാലോ ആ മിഴിയെ അവർക്ക് കോപമുണ്ടാകും മിഴിയോട്. അങ്ങനെ മനോഹര സ്വരൂപനായിട്ട് അവതരിച്ച് അവസാനം ഉദ്ധവർക്ക് ഉപദേശവും കൊടുത്ത ഭഗവാൻ സ്വധാമഗമനം പ്രാപിച്ചു എന്നാണ് ചുരുക്കി വർണ്ണിച്ചപ്പോൾ പരീക്ഷിത്ത് പറഞ്ഞു, അയ്യോ ഇങ്ങനെ ചുരുക്കി വർണ്ണിക്കരുതേ. കാരണം എന്താണ്? കൃഷ്ണകഥ കേൾക്കാൻ വേണ്ടിയിട്ടാണ് 4 ദിവസമായി. 4ാമത്തെ ദിവസം അസ്തമിക്കാറായി. 4 ദിവസമായിട്ട് ജലാഹാരം കഴിച്ചിട്ടില്ല, രാത്രി ഉറക്കമില്ല. കാരണം എന്താണ്? പകല് മുഴുവൻ കേട്ട കഥയെ രാത്രി മുഴുവൻ മനനം ചെയ്യും. എന്നിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് കൃഷ്ണാവതാരം. അവിടെ എത്തിയപ്പോ ചുരുക്കി കളഞ്ഞു. നിവർത്തദർശൈഹി ഉപഗീയമാനാൽ ഭവൗഷധാൽ ശത്രബലോഭിരാമാൽ ക ഉത്തമ ശ്ലോക ഗുണാനുവാദാൽ പുമാൻ വിരജ്യേത വിനാ പശുഗ്നാൽ. നിവർത്തദർശൈഹി ഉപഗീയമാനാൽ എന്നാണ്. ഒരാഗ്രഹമില്ലാത്തവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്ത് കഥയാണ്? കൃഷ്ണകഥയാണ്. ഭവ ഔഷധാൽ എന്നാണ്. എല്ലാ സംസാരമായിരിക്കുന്ന എല്ലാ രോഗത്തിനും ഔഷധം ആ കൃഷ്ണകഥ. അതിങ്ങനെ ആർക്കാണ് അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടാവുക? വിരക്തി ഉണ്ടാകുക. വിനാപശുഗ്നാത്, ദുഷ്ടന്മാർക്കല്ലാതെ കണ്ട് ആർക്കാണ് അതിന് വിരക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞ് തന്റെ പൂർവികന്മാർക്കൊക്കെ കിട്ടിയതായ ആ കൃഷ്ണ കൃപയെ വിചാരം ചെയ്തുകൊണ്ട് പറഞ്ഞു, വിസ്തരിച്ച് പറയണേ കൃഷ്ണകഥ. അതോടെ ശുഖബ്രഹ്മ മഹർഷി ആവേശഭരിതനായിട്ട് കൃഷ്ണകഥ വിസ്തരിച്ച് പറഞ്ഞു. 90 അധ്യായത്തിലാണ് പറഞ്ഞത്. ആവേശം, അത്രത്തോളം ആവേശം ആർക്കുണ്ട്? ശ്രീ ശുഖബ്രഹ്മ മഹർഷിക്കുമുണ്ട്. അങ്ങനെ കൃഷ്ണകഥ 90 കഥയിൽ പറഞ്ഞു, 90 അധ്യായത്തിലായിട്ട് പറഞ്ഞു. ഇവിടെ ഇത് നിർത്തി. ഭൂമിക്ക് ഭാരം കൂടിയ സന്ദർഭത്തില് അനവധി ദുഷ്ടന്മാര് ഭൂമിയിൽ വന്നു. ഓരോ ദുഷ്ടന്മാരും ഭൂമിക്ക് ഭാരമാണ്. അതുകൊണ്ട് സജ്ജനങ്ങൾ ആവാൻ നാം ആഹ്വാനം ചെയ്യുമ്പോൾ ഞാൻ മാത്രം നന്നായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ചോദിച്ചാൽ എന്റെ ഭാരമെങ്കിലും കുറയ്ക്കാമല്ലോ ഭൂമി ദേവിക്ക്, ഒരാശ്വാസം, അത്രയേ ഉള്ളൂ. ലോകത്തെ മുഴുവൻ നന്നാക്കിയിട്ട് നന്നാക്കാൻ പറ്റുമെന്ന് ആരും വിചാരിക്കണ്ട. കാരണം ഇവിടെ വിവേകാനന്ദ സ്വാമികള്, ശ്രീരാമകൃഷ്ണ പരമഹംസര്, ശങ്കരാചാര്യര്, ചിന്മയാനന്ദജി, ദയാനന്ദ സരസ്വതി, എത്ര മഹാത്മാക്കളാണ് ഇവിടെ ജനിച്ചു പോയത്. അവർക്ക് സാധിക്കുന്നത് അവർ ചെയ്തു. അവർ ചെയ്തതായ ആ ത്യാഗോത്തരമായ ജീവിതത്തിന്റെ ഫലമായിട്ടാണ് കുറച്ചെങ്കിലും നന്മകൾ ഇവിടെ ഉണ്ടെങ്കിൽ അതിന് പിന്നില് അവരുടെ തപസ്സാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണോ അത് ചെയ്യുക. ആ ഭൂമിക്ക് ഭാരം വർദ്ധിച്ചപ്പോൾ എല്ലാവരും കൂടി വൈകുണ്ഠത്തിൽ ചെന്ന പുരുഷ സൂക്തത്തെ കൊണ്ട് ഭഗവാനെ ആരാധിച്ചു. ഭഗവാൻ പറഞ്ഞു, ഞാൻ ഉടൻ തന്നെ ജനിക്കുന്നുണ്ട്. ദേവന്മാരോടൊക്കെ ഭൂമിയിൽ പറക്കാനായിട്ട് ആഹ്വാനം ചെയ്തു. അങ്ങനെ ഭഗവാൻ അവതരിക്കാനുള്ള തയ്യാറെടുപ്പായി. ഈ സന്ദർഭത്തിലാണ് മധുരയെ ആസ്ഥാനമാക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നതായ ശൂരന്റെ പുത്രനാണ് വസുദേവര്. ജനിക്കുമ്പോൾ ആനകം ദുന്ദുഭി മുതലായിട്ടുള്ള വാദ്യങ്ങൾ വായിച്ചതുകൊണ്ട് ആനക ദുന്ദുഭി എന്നുള്ള നാമമുണ്ട്. ആ വസുദേവർക്ക് ദേവികയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. കംസന് ഏറെ സന്തോഷമായി. ആ വിവാഹ സന്ദർഭത്തില് ദേവിക ദേവിയെ സർവാലങ്കാര വിഭൂഷിതയായി രഥത്തിൽ വെച്ച് ആ വിവാഹ ഘോഷയാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അശരീരി വാക്ക് കേട്ടു. തസ്യാം അസ്യാം ത്വാം അഷ്ടമോ ഗർഭോ അസ്യാം ത്വാം അഷ്ടമോ ഗർഭോ ഹന്തായാം വഹസേ ബുധാ. ഇവർക്കുണ്ടാകുന്ന 8ാമത്തെ ഗർഭം നിന്റെ അന്തകനാണ്. ആ ഗർഭം എന്ന വാക്ക് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഉപയോഗിച്ചത്. 8ാമത്തെ കുട്ടി എന്ന് പറഞ്ഞില്ല, 8ാമത്തെ ഗർഭം എന്നിങ്ങനെ പറയേണ്ട താമസം. ഉടൻ തന്നെ കംസൻ രഥത്തിൽ നിന്ന് ചാട്ടിയിറങ്ങി ദേവിക ദേവിയുടെ മുടികിടെ പിടിച്ച് വലിച്ച്, ഇവളുടെ പുത്രൻ എന്നെ കൊല്ലൂ അല്ലേ, ഇവൾ ഉണ്ടെങ്കിലല്ലേ കൊല്ലൂ എന്ന് പറഞ്ഞ് കൊല്ലാൻ നോക്കിയപ്പോൾ വസുദേവര് വന്ന്
പല രീതിയിൽ ഉപദേശിച്ചു എന്നാണ്. സാമം, ദാനം, ഭേദം, ദണ്ഡം, 4 ഉപായങ്ങളുണ്ട്. അതില് ദാനത്തില് വസുദേവർ വിജയിച്ചു എന്നാണ്. എന്താ പറഞ്ഞത്? എനിക്കുണ്ടാകുന്ന കുട്ടികളെ മുഴുവനും പുത്രൻ സമർപ്പയിഷ്യാസ്യ യഥസ്ഥേ ഭയമുദ്ധിതം. എനിക്കുണ്ടാകുന്ന കുട്ടികളെ മുഴുവനും ഇതാ അങ്ങേക്ക് സമർപ്പിക്കാം. പിന്നെ എന്തിനാ അങ്ങ് ഭയക്കുന്നത്? സ്ത്രീയെ കൊന്ന് എന്തിനാണ് അകീർത്തി ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ദാ വസുദേവരെയും ദേവകിദേവിയെയും വെറുതെ വിട്ടു. വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ പുറത്തേക്കൊന്നും വിട്ടില്ല, വീട്ടു തടങ്കിലാക്കി, ഒരു തടവറയുണ്ടാക്കി അവരതിന് അവിടെ താമസിപ്പിച്ചു. ഇങ്ങനെ വിവാഹം കഴിഞ്ഞ് ആ രണ്ട് പേരും ഇരുട്ടറയിലായി. കാലക്രമേണ പ്രതീക്ഷയുടെ നാമ്പായിട്ട് ദേവിക്ക് ഗർഭമുണ്ടായി, ഒരു പുത്രനുണ്ടായി. കീർത്തിമാൻ എന്ന് പേരിട്ടു. ഏറെ സന്തോഷിച്ചു. പക്ഷേ വസുദേവർ പറഞ്ഞു, ദേവി സന്തോഷിക്കേണ്ട. കാരണം എന്താണ്? ഉണ്ടായ പുത്രന്മാരെ മുഴുവൻ സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സമർപ്പിക്കാണ്ടിരിക്കാൻ പറ്റുമോ? പല വാദങ്ങളും ദേവി ഉന്നയിച്ചെങ്കിലും വസുദേവർ സമ്മതിച്ചില്ല. ആ ഉണ്ണിയെ കൊണ്ടുപോയി കംസന് കൊടുത്തു. കംസനാകട്ടെ ആ കുട്ടിയെ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ വസുദേവരെ, ഈ കുട്ടി എന്തോ പറയുന്നുണ്ട്. എന്താ പറയണത്? അമ്മാവാന്നാ പറയുന്നത്, കൊണ്ടുപോക്കോളൂ. 8ാമത്തെ എന്നല്ലേ പറഞ്ഞത്. വസുദേവർക്ക് വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദുർജനങ്ങളുടെ മനസ്സ് എപ്പോഴാ മാറുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ദേവിക്ക് കൊടുത്തു. ദേവി എന്തെന്നില്ലാത്ത സന്തോഷത്തോടു കൂടി ആ ഉണ്ണിയെ ഇങ്ങനെ മാറോട് ചേർത്ത് വെച്ചു. അപ്പോഴാണ് നാരദ മഹർഷി വന്ന കംസനോട് ചില കണക്കിന്റെ കളികളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ശത്രുവിനെ അറിഞ്ഞുവിട്ട ഹേ കംസ, അങ്ങയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഈ 8ാമത്തെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നാരദ മഹർഷി വെറുതെ വിട്ടില്ല എന്നാണ്. 7 1 എത്ര, 6 2 എത്ര എന്നൊക്കെ പറഞ്ഞ് പല കണക്കുകളും അവതരിപ്പിച്ചു. അതോടെ കംസന് സംശയമായി. പിന്നെ കംസൻ താമസിച്ചില്ല, ഓട്ടം തന്നെ കാരാഗ്രഹത്തിലേക്ക് ചെന്ന് ദേവിയുടെ മാറിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതായ ആ കുട്ടിയെ വലിച്ചെടുത്തു. കാലിൽ പിടിച്ച് വലിച്ചെടുത്ത് ആകാശത്തിലൊന്ന് ചുഴറ്റി മുമ്പിൽ കണ്ടതായ പാറക്കല്ല് അട്ടിച്ചുടച്ചു. അട്ടഹസിച്ചുകൊണ്ട് കംസൻ തിരിച്ചുപോയി. കംസന്റെ ക്രൂരത അപ്പോഴാണത്രേ ശരിക്കും വെളിവാക്കപ്പെട്ടതെന്നാണ്. ദേവിക്ക് കണ്ടു നിൽക്കേണ്ടി വന്നു. 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച കുട്ടിയെ കൺമുമ്പിലിട്ട് തല്ലിക്കൊന്നു. ഗന്ധർവന്മാരെ തോൽപ്പിക്കാൻ കരുത്തുള്ള അസാമാന്യ പൗരുഷമുള്ള ശൂരപുത്രനായ വസുദേവർക്ക് തലതിരിക്കേണ്ടി വന്നു. പിന്നെ ഉണ്ടായതായ 6 പുത്രന്മാരെയും ഇതുപോലെ വധിച്ചു. 7ാമത്തെ അലസിപ്പോയി. സാക്ഷാൽ മായാദേവി വസുദേവരുടെ മറ്റൊരു ഭക്തിയായ രോഹിണിയിലേക്ക് അത് ആകർഷിപ്പിച്ചു. 8ാമത്തെ പുത്രൻ. ഇനി അത് ഉണ്ടെങ്കിൽ തന്നെ ഈ കംസൻ കൊല്ലുവോ? പലതരത്തിലുള്ള ഭയമുണ്ടായി ദേവിക്ക്. മാത്രമല്ല കംസൻ 8ാമത്തെ ഗർഭമാണ്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് 2 പേരെയും ചങ്ങലക്കിട്ടു. ആ ഇരുട്ടറയിൽ ദുഃഖിച്ചങ്ങനെ കിടക്കുകയാണ്. വസുദേവർ ദേവിയെ സമാധാനിപ്പിച്ചു. ഒരുമി കണ്ണുനീര് അഴകേ ആരെ കാക്കുന്നു നാമിനി, വെളിനാൾ തൊട്ട് ഇരുട്ടത്ത് കൽത്തുറങ്കിൽ കിടപ്പവൾ, 7 മക്കളെയും ക്രൂര വിധിക്കു ബലി നൽകിയോൾ, പൊരുമി കണ്ണുനീർ അഴകെ ആരെ കാക്കുന്നു നാമിനി, ദുഃഖത്തിൻ തത്തരുദ്രാക്ഷം എണ്ണിയിരിപ്പവൾ, നിർത്തുക ഈ കണ്ണുനീർ അഴകെ മൃത്യുമാത്രമിനി തുണ, ആരെ കാക്കുന്നു നാമിനി, മൃത്യു മാത്രം ഇനി തുണ. പെറ്റ കുഞ്ഞിനെ മാറോടു ചേർത്തു പിടിച്ചുകൊണ്ട് ഉച്ചമായി കേൾകിലും കാത്തുകൊള്ളുവാൻ കഴിയാത്തവൻ, മുറ്റത്തെ കല്ലില പിഞ്ചു ചോര പൂച്ചിതറിയിടവേ അക്കരിങ്കല്ല് 500 വട്ടം തൻ തല തല്ലിയോൾ. നോക്കൂ, ആർക്കാണ് ഇത്രത്തോളം ദുഃഖം